വി വിൽ പ്രൊട്ടക്ട് യു ചരണ്ടി. ഡോണ്ട് വറി. പറ. എങ്ങനെ പറയണമെന്ന് മനസ്സിലാവുന്നില്ല സാർ. പറ ചരൺ, കമോൺ. അത് പിന്നെ ചരൺ, താൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ട് പറ. അവര് കമോൺ ചരണ്ടി പറയ്. അത് പിന്നെ കമോൺ ചരൺ പറ. Just a minute. Mema. What? Hey. മേമ, റാം, മുത്തച്ഛൻ എന്താ പറ്റി? അച്ഛന്റെ BP ഒന്ന് ഷൂട്ട് ചെയ്തു റാം. ഡോക്ടർ വന്ന് നോക്കിയിട്ട് പോയി. എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട്? ഇപ്പൊ വലിയ കുഴപ്പമില്ല. അപ്പോ 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 നിന്നെ കണ്ടപ്പോഴേ എനിക്കത് ശ്വാസം വീണത്. അച്ഛനെ ഈ അവസ്ഥയിൽ കാണുമ്പോ എന്തെങ്കിലും സംഭവിക്കുമെന്ന് തോന്നിപ്പോ പേടിയാവുന്നടാ. എന്തായാലും നീ എത്തിയല്ലോ. എനിക്ക് സത്യമായിട്ട് സമാധാനമില്ലായിരുന്നു. അതുകൊണ്ടാവും എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ നിന്നെ ഫോൺ ചെയ്ത് വരുത്തിച്ചത്. സോറി അപ്പു. ഇറ്റ്സ് ഓക്കെ മേമ. സഡൻ ഇത് എന്താ ഇപ്പൊ സംഭവിച്ചേ? ഐ മീൻ, ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ അച്ഛൻ ഉറങ്ങുക. അപ്പോ നീ എത്തിയല്ലോ. നിന്നെ കണ്ട അച്ഛന് ഓക്കെ ആവും മോനെ. നീ ഉണ്ടെങ്കിലും ഞങ്ങൾക്കൊക്കെ ഒരു ധൈര്യമുള്ളൂ. താങ്ക് യു മേമ, ഞാൻ പോരാ. അവിടെ ചരണ്ട വാ തുറക്കാറായപ്പോ തന്നെ ഭാർഗവി മേമയുടെ കോള് വന്നു. ഇതുവരെ വേരിയേഷൻ ഇല്ലാതെ സൂര്യയുടെ BP എങ്ങനെ ഹൈ ആയി? അതും കൃത്യമായ മെഡിക്കേഷൻ ഫോളോ ചെയ്തിട്ടും എന്തോ മിസ്സായിട്ടുണ്ട്. വെറും കോയിൻസിഡൻസ് ആയിട്ട് ഇത് തോന്നില്ല. അശോക്, നിനക്ക് നിന്റെ സൂര്യയെ കാണണ്ടടാ. കാണണം. ഇതൊക്കെ ആരുടെ പണിയാന്ന് പറഞ്ഞില്ലെങ്കിൽ റാം സാർ എന്നെ വെറുതെ വിടില്ല. ഇനി ഇതിപ്പോ ആരാ ചെയ്തതെന്ന് പറഞ്ഞ ഭാർഗവി മേഡം എന്നെ വെറുതെ വിടില്ല. ഭാർഗവി മേഡാണ് ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞ റാം സാർ അത് വിശ്വസിക്കുവോ? അയ്യോ, ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് എന്നെ വട്ട് പിടിപ്പിക്കുമല്ലോ. ഹലോ മാഡം. ഓഫീസിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ? അത് പിന്നെ മാഡം ഓൾമോസ്റ്റ് ഒരു പ്രശ്നത്തിന്റെ വക്കിലായിരുന്നു. അപ്പോഴേക്കും ഭാഗ്യം നിങ്ങൾ റാം സാറിനെ ഫോൺ ചെയ്തു. ദേശായി സാറിന് എന്ത് പറ്റി മാഡം? ഡോ, അതൊക്കെ എന്തിനാണ് താൻ അറിയുന്നത്? റാം എന്താ ചോദിച്ചേ? താൻ ആദ്യം അവിടെ എന്തോ ഉണ്ടായെന്ന് പറ. അതൊന്നും പറയണ്ട മാഡം. നിങ്ങൾ വിളിച്ചപ്പോ റാം സാർ എന്നെ ചോദ്യം ചെയ്യായിരുന്നു. നിന്റെ പുറകിൽ ആരാ ഉള്ളതെന്ന് തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തുകൊണ്ടേയിരുന്നു. അവരിങ്ങനെ നേരിട്ട് വിളിച്ച് എന്നെ ചോദ്യം ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മാഡം. നിങ്ങളുടെ പേര് പറയാതെ നിവൃത്തിയില്ലാത്ത സമയത്ത് നിങ്ങൾ അവരെ ഫോൺ ചെയ്തു. ഞാൻ രക്ഷപ്പെട്ടു. അത് പിന്നെ മാഡം, എനിക്കിപ്പോ മുത്തച്ഛനെ കണ്ടേ മതിയാകും. അതുകൊണ്ടാണ് ഞാനിപ്പോ പോകുന്നത്. ഞാൻ ഈ കാര്യമൊന്നും മറക്കൊന്നും കരുതണ്ട. തിരിച്ചു വന്നിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തോളാം.
എന്ന് പറഞ്ഞിട്ടാ പോയത് മാഡം. ഇനി എന്തെങ്കിലും സംഭവിച്ച എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല മാഡം. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാടോ. ഓക്കെ മാഡം. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ നിനക്ക് രക്ഷപ്പെടാം. അതെങ്ങനെയാന്ന് പറയൂ മാഡം. നീ ഞാൻ പറയുന്നത് മാത്രം ചെയ്താൽ മതി. സമയാവുമ്പോ ഞാൻ പറയാം. അതുവരെ നിന്റെ ഗ്രേറ്റ് ബുദ്ധി പുറത്തെടുക്കാതെ അടങ്ങിയിരിക്കാൻ നോക്ക്. ശരി മാഡം. രാമ, നീ എന്റെ കസേരയിൽ ഇരുന്നാൽ അടുത്ത നിമിഷം ചെയ്യാൻ പോകുന്നത് ഇതാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. Poor guy. You are way too predictable. ഈ ടാബ്ലറ്റ് കാണാൻ ചെറുതാണെങ്കിലും റിസൾട്ട് വളരെ വലുതാണ് രാമ. നിന്റെ മുത്തച്ഛന്റെ ജീവൻ അപകടത്തിലാണെന്ന് പറയാൻ വേണ്ടി ഈ കുഞ്ഞു ടാബ്ലറ്റ് മതിയായിരുന്നു. പക്ഷെ ഒരു കാര്യം സത്യരാമ, നീ എന്റെ വഴിക്ക് തടസ്സം നിൽക്കുമ്പോ നിന്റെ മുത്തച്ഛൻ ഇതുപോലെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. കിളവന്റെ ജീവൻ എന്റെ കയ്യിൽ ഇങ്ങനെ കിടന്ന് പന്താടും. ബെറ്റർ നോട്ട് പ്ലേ അഗെയിൻസ്റ്റ് വിത്ത് മീ രാമ. എന്താ ചെയ്തേ? Are you missing your friend റാം? മാത്രമല്ല ഇന്ന് നിന്റെ ഫ്രണ്ട് പ്രിയയും വന്നില്ല. രണ്ടാളും ഇല്ലാത്തതിന്റെ വിഷമമാണോ നിന്റെ മുഖത്ത്? ഞങ്ങളും നിന്റെ ഫ്രണ്ട്സാ സീത. എന്തെങ്കിലും സംസാരിക്ക്. ഞാൻ സംസാരിക്കുന്നുണ്ടല്ലോ. നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലോ. എന്തു പറ്റി? എനിക്കറിയില്ല. ഓ, ഇത് ഞങ്ങൾ വിശ്വസിക്കണോ? എന്തു പറഞ്ഞാലും സോറി റാം സാർ നിന്റെ ഫ്രണ്ട് തന്നെയല്ലേ? ഇവിടെയുള്ള എല്ലാവരെക്കാളും നിന്നോടല്ലേ കൂടുതൽ അടുപ്പം? അവനാ ബോസ് എന്ന് നിനക്ക് നേരത്തെ അറിയായിരുന്നു. ആം ഐ റൈറ്റ്? എനിക്ക് സത്യമായിട്ടും അറിയില്ലായിരുന്നു. ഇന്നലെ ഞാൻ അറിഞ്ഞത്. കമോൺ സീത, ബോസ് നീ എത്ര ക്ലോസാ? അതുമല്ല, നിങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാറില്ലേ? കൂടാതെ കല്യാണത്തിന് നിങ്ങളുടെ മകളെ അദ്ദേഹമല്ലേ രക്ഷിച്ചേ? ഗ്രേറ്റ്. അദ്ദേഹം നിങ്ങളൊക്കെ ശരിക്കും ഭയങ്കര ബ്രേവാണ്. അത് ശരി, കല്യാണം മുടങ്ങിയിട്ടും ഒന്നും സംഭവിക്കാത്തവരെ പോലെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിപ്പുണ്ടല്ലോ. എങ്ങനെ പറ്റുന്നു? മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് എനിക്കറിയില്ല കേട്ടോ. ഏയ്, അശോക് സാർ അത് സംസാരിക്കരുതെന്ന് പറഞ്ഞല്ലേ? ഓ സോറി മോനെ, സോറി. എന്താ അശോക് സാർ പറഞ്ഞത്? പക്ഷേ സത്യമാണെന്നങ്ങ് സമ്മതിക്കേ. റാം സാറായിരുന്നു ബോസ് എന്ന് നിനക്ക് ആദ്യം അറിയില്ലായിരുന്നോ? ബോസാന്ന് അറിഞ്ഞുകൊണ്ടാ നിങ്ങൾ ഫ്രണ്ട്സ് ആയത്, നിങ്ങൾ തമ്മിൽ അടുത്തത്, വീട്ടിലേക്ക് വിളിച്ച് ഫുഡ് കൊടുത്തത് എന്നൊന്നും ഞങ്ങൾ കരുതില്ല. പറ സീത. ഭഗവാനാണ്, എനിക്ക് അറിയില്ലായിരുന്നു. ഈ കാര്യം എല്ലാരും ഒന്ന് നിർത്തോ പ്ലീസ്. എനിക്ക് കുറെ ജോലി ബാക്കിയുണ്ട്. എടാ മതിയടാ, സീത ഒന്ന് ജോലി ചെയ്യാൻ സമ്മതിക്കേ. ഷീ ഈസ് ദ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ ഇയർ. ഓഫ് കോഴ്സ്, ബോസിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കുമ്പോ ബെസ്റ്റ് എംപ്ലോയി കൂടി ആയിരിക്കണ്ടേ? സൂക്ഷിച്ച്. നിങ്ങള് ശ്രദ്ധിച്ച്. എന്തു പറ്റി മുത്തശ്ശ? അയ്യോ ഓക്കെ. ഇതെന്താ ബി പിയിലൊക്കെ ഒരു വേരിയേഷൻ? അതിന് മാത്രമൊന്നും സംഭവിച്ചില്ല നീ പേടിക്കാനായിട്ട്. യങ് അറ്റ് ഹാർട്ട്. ബോഡിക്ക് കുറച്ച് വയസ്സായിട്ടുണ്ട്, അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ സംഭവിച്ചു പോകുന്നതാ. നിന്റെ കല്യാണം നടന്നു കിട്ടിയാ എല്ലാം ശരിയായിക്കോളും മോനെ. ഞാനേ എന്റെ മമ്മരുമനെ കാണാതെ എന്റെ ശരീരം വിട്ടുകൊടുക്കില്ലടാ, മനസ്സിലാക്കിയോ? മുത്തശ്ശ ഇപ്പൊ എന്തിനാ അതൊക്കെ പറയുന്നത്? സൂരി,
നിങ്ങൾ ആദ്യം ഒന്ന് ഓക്കെ ആവ്. മമ്മരുമകളെയൊക്കെ നമുക്ക് കാണാം, അത് ആലോചിക്കണ്ട. രാമ, നീ ഒന്ന് പോയി സീതയോടൊന്ന് സംസാരിക്ക. അവൾക്ക് കല്യാണം മുടങ്ങിയതിൽ നല്ല വിഷമമുണ്ടാവും. അതിൽ നിന്ന് പുറത്തു വരാൻ കുറച്ച് സമയമെടുക്കും. പുതിയ സ്വപ്നങ്ങള് പഴയ വേദനകളെ മറക്കുന്ന സമയം നോക്കി നീ ഒന്ന് സംസാരിക്ക. മുത്തശ്ശ, നോക്ക്, നീ സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് പോയി സംസാരിക്കേണ്ടി വരും. മുത്തശ്ശൻ സുഖമില്ലാതെ ഇങ്ങനെ കിടക്കുമ്പോ ഇപ്പൊ ഈ ഡിസ്കഷൻ ഈ അവസ്ഥയിൽ അത്യാവശ്യമാ. നിനക്ക് ഞാൻ പറയുന്ന ഒന്ന് കേട്ടാലെന്താടാ? ഡാ, ഒന്ന് പറഞ്ഞു കൊടുക്കടാ. മുത്തശ്ശ, ഇത്രയും ദിവസം മുത്തശ്ശൻ പറഞ്ഞ എല്ലാം ഞാൻ കേട്ടു. ഇനി അങ്ങോട്ട് ഞാൻ പറയുന്നെല്ലാം മുത്തശ്ശൻ കേൾക്കണം, കേട്ടോ? ആദ്യം മുത്തശ്ശൻ റെസ്റ്റ് എടുത്തേ, സ്ട്രെസ് കൊടുക്കല്ലേ. ഞാൻ പറഞ്ഞതൊക്കെ നീ കേട്ടിരുന്നോ? അശോക, ഇതൊക്കെ വിശ്വസിക്കണോടാ? ഇടയ്ക്കിടയ്ക്ക് കേട്ടിട്ടുണ്ട്. തൽക്കാലം അവൻ പറയുന്ന കേക്ക് സൂരി. ഓ, നീ അവന് ആണല്ലോ അല്ലേ? ഹലോ, നമുക്കിടയിൽ മാത്രമേ വർക്കൗട്ട് ആവൂ, എവന്റെ അടുത്ത് വർക്കൗട്ട് ആവില്ല. ഞാനെപ്പോ നോക്കിയാലും നിങ്ങളുടെ പാർട്ടിയാ, ഡോണ്ട് വറി. ഒന്ന് അടങ്ങിയിരിക്കുന്നുണ്ട് രണ്ടുപേരും. നീ ഇപ്പൊ വെറുതെ ഇങ്ങനെ കളിക്കാനിക്കല്ലേ, ഇപ്പൊ റെസ്റ്റ് എടുക്കട്ടെ. മുത്തശ്ശ, ഇപ്പൊ കിടന്നോ, റെസ്റ്റ് എടുക്ക. ഇതാ ഇത് പിടി. അലോനെ അത് രാമ, നീ സീതയോട് സംസാരിക്കുന്നവരെ എനിക്ക് ഭേദമായാലും ഭേദമാവില്ല. ഞാൻ ഇവിടെ തന്നെ കിടക്കും. എടാ, ഇതെന്താ ഇത്? മുത്തശ്ശൻ അവിടെ വയ്യാതെ കിടക്കുമ്പോഴും സീതയോട് പോയി സംസാരിച്ചെന്നൊക്കെ ചോദിക്കുന്നു. സൂര്യക്ക് നിന്റെ കല്യാണം കാണുന്ന നഗരം ഉണ്ടാവില്ലേ? ഹലോ, കല്യാണോ? നീയും കണ്ടതല്ലേ സീത ഇപ്പൊ എങ്ങനെ എന്നോട് പെരുമാറുന്നത്? ഞാനെന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ അവളെന്നെ കാണുന്നേ. എടാ, ഞാൻ സീരിയസ് ആയിട്ട് പറയുക, അവളുടെ മുന്നിൽ പോയി സംസാരിക്കുമ്പോ ഏതോ വലിയ പ്രിൻസിപ്പാളിനൊക്കെ മുന്നിൽ പോയി സംസാരിക്കില്ല, ആ ഫീലാ. കണ്ണിനൊക്കെ അത് ഇത്രയും വലുപ്പം ഉണ്ടാവും. ആ സിഹി എന്ത് പാവാടാ. അതെങ്ങനെയാ വീട്ടിൽ ഇത്രയൊക്കെ സഹിച്ചു കഴിഞ്ഞ ദൈവത്തിന് പോലും അറിയില്ല. കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിനക്ക് ശരി, ഞാനിവിടെ ടെൻഷൻ അടിച്ചിരിക്കുക, ദേഷ്യം പിടിപ്പിക്കണ്ട. ഓക്കെ, സോറി. എന്നാലും നിന്റെ മുഖം കണ്ടോ, പാവം. എടാ, എനിക്ക് സത്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല. അതിന് മാത്രം എന്ത് വലിയ തെറ്റാ ഞാൻ ചെയ്തേ? നമ്മുടെ ഓഫീസിലുള്ള ഒരു കള്ളനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ആരാണെന്ന് സത്യം മറച്ചു വെച്ചു, അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ സീതയുടെ കണ്ണില് ഞാൻ വലിയ കള്ളനായി മാറിയില്ലേ? റിലാക്സ്ഡാ, ഇതൊക്കെ സാധാരണല്ലേ. ജോലിക്കാരനാണെന്ന് കരുതിയ ഒരാള് പെട്ടെന്ന് ശമ്പളം തരുന്ന ഒരാളാണെന്ന് തിരിച്ചറിഞ്ഞാൽ ആർക്കാണെങ്കിലും ഒരു ഷോക്ക് ഉണ്ടാവും. എങ്ങനെ പെരുമാറണമെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. ബിലീവ് മീ, പോകെ പോകെ എല്ലാം ശരിയായിക്കോളും. എന്ന് ശരിയാവാനാടാ? അവളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. അവൾ ഒരു തവണ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് മാറില്ല. എന്റെ വിഷയത്തിലും അത് അങ്ങനെ തന്നെയായിരിക്കും. ഞാനുമായിട്ട് ഇനി ഒരു ഫ്രണ്ട്ഷിപ്പും വേണ്ടെന്നുള്ള തീരുമാനിച്ചിട്ടുണ്ടേ. നെഗറ്റീവായിട്ട് ആലോചിക്കാതിരിക്കടാ, ഒന്ന് കാത്തിരിക്കുക, ഹാവ് പേഷ്യൻസ്. എടാ, ഇന്ന് ആ ചരൺ ഓൾമോസ്റ്റ് അവന്റെ പുറകിൽ ആരാണെന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാ. നമ്മൾ ഒന്നുകൂടി അവനെ പിടിച്ച് ചോദിച്ചാ ഉറപ്പായിട്ട് അവൻ പറയും. ഇന്ന് തന്നെ ഞാൻ പറയിപ്പിക്കുമായിരുന്നു, അപ്പോഴല്ലേ മുത്തശ്ശന് വയ്യണ്ടായത്. അതാ ഇപ്പൊ എന്റെയും ചോദ്യം. നീ എന്താ പറഞ്ഞേ? ഒന്നുമില്ല, ചരണിന്റെ പുറകിൽ ആരാണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി എനിക്ക് കൂടുതലാന്നാ പറഞ്ഞത്. വി ഷുഡ് ഫോക്കസ് ഓൺ ഹിം. ഓക്കെടാ, അവനെ പിടിച്ച് ഒന്നുകൂടെ ഒന്ന് കുടഞ്ഞാ then we might get the answer. അതിനൊക്കെ മുന്നേ നിനക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാസ്ക് ചെയ്യാനുണ്ട്, അതിൽ ഫോക്കസ് ചെയ്യേ. എന്താണത്? ഈ കാരിയർ ആദ്യം പാത്രം കൊണ്ട് കൊടുക്കടാ. ഇത്ര ചെറിയൊരു പാത്രത്തിന് വേണ്ടി നിന്റെ കൂടി മാർക്കറ്റ് ഫുൾ എനിക്ക് അലയാൻ വേണ്ടി വയ്യടാ. എടാ വയ്യടാ, എനിക്ക് വയ്യ. സീത, ലഞ്ച് ടൈം ആയല്ലോ, കഴിക്കാൻ വരുന്നില്ലേ? ഇല്ല, എനിക്ക് കുറച്ച് തീർക്കാനുണ്ട്, നിങ്ങൾ ചെല്ല്. സീതെ, ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. നേരത്തെയൊക്കെ റാം സാറിനുള്ള ലഞ്ച് ബോക്സ് കൊണ്ടുവരുമായിരുന്നല്ലോ, ഇന്നും കൊണ്ടുവന്നിട്ടുണ്ടോ? ഒരു ക്യൂരിയോസിറ്റിക്ക് ചോദിച്ചാ.
നിങ്ങൾക്കൊക്കെ എന്തിനാ ഇത്രയും ക്യൂരിയോസിറ്റി? ഉള്ള ജോലി തന്നെ തീർക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. അങ്ങനെയുള്ളപ്പോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാ നടക്കുന്നതെന്നുള്ള ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടല്ലേ? എന്നിട്ട് അവരെ ചോദ്യം ചെയ്യുകയും വേണം അല്ലേ? അതിന് മാത്രം സമയമുണ്ടോ നിങ്ങൾക്കൊക്കെ? ഇപ്പൊ നിങ്ങളുടെ ക്യൂരിയോസിറ്റി തീർക്കണോ അല്ലേ? ഞാൻ പറഞ്ഞു തരാം, എല്ലാരും നീറ്റായിട്ട് തന്നെ കേട്ടോ. ഇന്നലെ TV കണ്ട് റാം സാറാണ് ബോസ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായോ? ഞാനും അപ്പോഴാ മനസ്സിലാക്കിയത്. ഞാനും നിങ്ങളെ പോലെ ഷോക്കായി പോയി. മതിയോ? എല്ലാവർക്കും ഉത്തരം കിട്ടിയോ? വരൂ, പറയൂ മാഡം. സർ, ഞാൻ സീത. എന്തിനാ എന്നെ മാഡം എന്നൊക്കെ വിളിക്കുന്നേ? അത് ഇത്രയും നാളായിട്ട് ഞാൻ നിങ്ങൾക്ക് റെസ്പെക്ട് തന്നിട്ടില്ലല്ലോ, അതിൽ വിഷമം വരാതിരിക്കാൻ വേണ്ടിട്ടാ. അത് മാത്രമല്ല, നിങ്ങൾ ബോസിന്റെ വീടുമായിട്ട് ഇത്രയും ക്ലോസ് ആണെന്ന് എനിക്ക് അറിയത്തുമില്ലായിരുന്നു. റാം സാറിനാണെങ്കിലും നിങ്ങൾ ക്ലോസ് ഫ്രണ്ടാണ്. പിന്നെ എന്നെ കുറിച്ച് അവരോട് മോശമായിട്ടൊന്നും പറയരുത്. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പറയൂ മാഡം, ഞാൻ എങ്ങനെയാ നിങ്ങളെ സഹായിക്കേണ്ടത്? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? സർ, നിങ്ങൾ എന്നോട് ഇങ്ങനെ സംസാരിക്കുമ്പോ എനിക്ക് സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നുണ്ട്. നേരത്തെ നിങ്ങൾ എന്നോട് എങ്ങനെയാണോ സംസാരിച്ചിരുന്നത്, എങ്ങനെയാണോ ട്രീറ്റ് ചെയ്തിരുന്നത്, അതേപോലെ സംസാരിക്കും സർ. അതേപോലെ ട്രീറ്റ് ചെയ്യേ. ഞാൻ ഇവിടുത്തെ ഒരു കോമൺ എംപ്ലോയി അല്ലേ? നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം. എനിക്ക് കുറച്ച് നേരത്തെ പോണമായിരുന്നു സർ. ഐ എം നോട്ട് ഫീലിംഗ് വെൽ. അല്ല സർ, ഇതൊരു ഓഫീസല്ലേ, ഇവിടുത്തെ റൂൾസ് ഫോളോ ചെയ്യണമല്ലോ. അതുകൊണ്ട് പെർമിഷൻ ചോദിച്ചിട്ട് പോവാന്ന് വെച്ച് വന്നതാ. അതെ അതെ, റൂൾസ് ഫോളോ ചെയ്തേ പറ്റൂ. പക്ഷേ ഞാൻ റൂൾസ് ഫോളോ ചെയ്യില്ലെന്ന് റാം സാറിന്റെ അടുത്ത് പറയാൻ നിൽക്കരുത് കേട്ടോ. നിങ്ങൾ എന്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചിരുന്നു, ഞാൻ നിങ്ങൾക്ക് പെർമിഷൻ തരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് പോകാം. പ്ലീസ് ക്യാരി ഓൺ. ഹായ് സിഹി. എന്താണെന്നോ ഫ്രണ്ട്? എന്റെ മാമിൻ എന്നോട് സെന്റൻസ് എഴുതാൻ പറഞ്ഞു. ഞാൻ എന്താ എഴുതിയെന്ന് ഫ്രണ്ടിന് അറിയോ ഫ്രണ്ട്? മിസ്റ്റർ റാം ആൻഡ് സിഹി ആർ ദ ബെസ്റ്റ് ഫ്രണ്ട് എന്നാ എഴുതിയേ. എന്റെ മാമ ഗുഡ് എന്ന് പറഞ്ഞു. ഫ്രണ്ട് ഫ്രണ്ട് ഫ്രണ്ട്. ഹായ് മാം, ഇന്ന് മുത്തശ്ശനല്ലേ വരാറ്? അദ്ദേഹത്തെ കാത്തിരിക്കുമായിരുന്നു. ഇല്ല, ഇന്ന് മുത്തശ്ശൻ വന്നില്ല. ഓക്കെ മാം. താങ്ക് യു മാം. താങ്ക് യു. സിഹി, ഓഫീസിൽ നിന്നെ വന്ന് കൊണ്ടുപോകാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നോട് നീ ഒരു ഹായ് പോലും പറഞ്ഞില്ലല്ലോ. എനിക്കറിയാം സീതമ്മ, നീ എന്റെ ഫ്രണ്ടിന്റെ കൂടെ തന്നെ വന്നേന്ന്. എന്റെ ഫ്രണ്ട് എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിട്ട് എവിടെ ഒളിച്ചിരിക്കുകയാണ്. ഫ്രണ്ട് 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 ഫ്രണ്ട്. ഓഫീസിൽ നിന്ന് വേഗം ഇറങ്ങിയത് നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിട്ടാ. നീ എന്നെ കണ്ട സന്തോഷാവും, സർപ്രൈസ്ഡ് ആവും എന്ന് വിചാരിച്ചാ വന്നത്. നീ അപ്പോഴും നിന്റെ ഫ്രണ്ടിനെ പറ്റി മാത്രമാ ചോദിച്ചത്. ദിസ് ഇസ് നോട്ട് ഫെയർ സിഹി. എന്റെ ഫ്രണ്ട് എന്നെ കാണാനും വന്നില്ലല്ലോ. അത് നോട്ട് ഫെയറാ. സീതമ്മ, എന്റെ ഫ്രണ്ടിന് എന്നെ വേണ്ടേ? സിഹി, നോക്ക്, നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതാ, അദ്ദേഹത്തിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്.
നീ മാത്രമല്ല അവന്റെ ലോകം. അങ്ങനെ പറഞ്ഞ അങ്ങനെ പറഞ്ഞ എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരുമില്ലല്ലോ. അച്ഛൻ, അമ്മ, ഫ്രണ്ട്, എനിക്കെല്ലാം നീ മാത്രമല്ലേ. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെയല്ല. അവരുടെ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്, വലിയ കമ്പനിയുണ്ട്, അവിടെ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇതിന്റെ എല്ലാ ഇടയ്ക്ക് അദ്ദേഹത്തിന് നിന്റെ കൂടെ വന്ന് കളിക്കാൻ പറ്റുമോ? നീ എങ്ങനെ ആഗ്രഹിക്കുന്നതാ വലിയ തെറ്റ്. എന്താണെന്നോ സീതമ്മ, എന്റെ ഫ്രണ്ടിന് എന്നെ ഒരുപാട് ഇഷ്ടമാണല്ലോ. എന്റെ ഫ്രണ്ട് എനിക്ക് വേണ്ടി എന്ത് വേണം ചെയ്യുമല്ലോ. ഫ്രണ്ട് എപ്പോഴും എന്നെ ഓർത്തോണ്ടിരിക്കുമല്ലോ സീതമ്മ. മോളെ, നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞില്ലേ, ഇനി നിനക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ല. നീ അവന് വേണ്ടി വെറുതെ ഇങ്ങനെ കാത്തിരിക്കണ്ട. സീതമ്മ, ഇപ്പോഴും നിനക്ക് എന്റെ ഫ്രണ്ടിനോടുള്ള ദേഷ്യം തീർന്നിട്ടില്ലല്ലേ? അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ പറയുന്നേ? മോളെ, നീ ഒരു ഗുഡ് ഗേൾ അല്ലേ? അപ്പോ അമ്മ പറയുന്നത് മോള് കേൾക്കണ്ടേ? ഇനി ഒന്നും നിനക്ക് നേരത്തെ ഉള്ള പോലെ ആവില്ല. നിന്റെ ഫ്രണ്ടിനെ പിരിഞ്ഞിരിക്കാൻ നീ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ.